വളരെ ഈസി ആയിട്ട് ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നിഖിലനുമായിട്ടുള്ള കോമ്പിനേഷൻ സീൻസൊക്കെ നല്ല രസമുണ്ട്. പിന്നെ പടത്തിൻ്റെ ഹൈലൈറ്റാണ് ആ ഒരു BGMs പടത്തിൻ്റെ ഫസ്റ്റ് തൊട്ട് എൻഡിങ് വരെ ഉണ്ട്. ഫാമിലിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നഷ്ടമില്ലാതെ അത്യാവശ്യം എൻജോയ് ചെയ്ത് ഡെയിലി ലൈഫിൽ കാണുന്ന കാര്യങ്ങൾ തന്നെയാണ് ഫിലിമും പറഞ്ഞു പോകുന്നത്. ആഫ്റ്റർ മാരേജിന് ശേഷം കുട്ടികളുണ്ടാവാത്തതിൻ്റെ കാര്യങ്ങളും കുറേ ഫിലിമിൽ കണ്ടിട്ടുണ്ടെങ്കിലും പക്ഷേ ഇതിൽ ഒരു ഗൈനക്കോളജിസ്റ്റ് ലൈഫ് പറഞ്ഞു പോകുമ്പോൾ ഈ ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ ഈ പടം തന്നെ പറഞ്ഞു പോകുന്നത്. സോ തിയേറ്റർ വാച്ച് മൂവി തന്നെയാണ്, ഒരു ഡൗട്ടും ഉണ്ടാവില്ല. നല്ലോണം നിഖിലയും ഉണ്ണിയും തമ്മിലുള്ള കോമ്പിനേഷൻ നല്ല രസമുണ്ട്. ഒരു തമ്മിലുള്ള ബെഡ്റൂം സീൻസൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ രസമായിട്ട് തന്നെയാണ് പടത്തിൽ മേക്ക് ചെയ്തേക്കുന്നത്. നല്ല ഹൈലൈറ്റ്. നിഖിലയുടെ നല്ലൊരു പെർഫോമൻസ്, ഡയലോഗ് ഡെലിവറി ഒക്കെ ഉണ്ട് അതിൽ. ഉണ്ണിമുകുന്ദൻ എനിക്ക് തോന്നുന്നു വളരെ ഈസി ആയിട്ട് വരികയാണ്. നമുക്ക് എല്ലാവർക്കും എല്ലാ ക്യാരക്ടറും ചെയ്യാൻ പറ്റിയ ഒരു സൂപ്പർ സ്റ്റാർ ലെവലിലോട്ട് ഉണ്ണിമുകുന്ദൻ വരികയാണ്. അത് വലിയൊരു ഹാപ്പി ന്യൂസ് തന്നെയാണ്. എങ്ങനെയുണ്ടായി സിനിമ? സൂപ്പർ പടം എന്ന് പറയാൻ പ്രത്യേകിച്ച് കാരണം ഇതിൻ്റെ സ്റ്റോറി നല്ലൊരു സ്റ്റോറിയാണ്. കാരണം ഒരു മക്കളില്ലാത്ത മക്കളില്ലാത്ത സ്ത്രീകളുണ്ടല്ലോ, അവരൊക്കെ പ്രത്യേകിച്ച് കാണുന്ന ഒരു സിനിമയാണ്. പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ള ഉണ്ണിമുകുന്ദൻ്റെ സെലക്ഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ മസിലെടുത്തും അടിയിടിയും മാത്രമായി പോകുന്ന അതിൽ നിന്ന് ഈ പടം തികച്ചൊരു വ്യത്യസ്തമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു ഉണ്ണിമുകുന്ദൻ്റെ ഒരു ഫീൽ ഗുഡ് മൂവി എന്ന് പറയുന്നത് അതുപോലെയാണ് നമുക്ക് ഇത് കാണാൻ പറ്റില്ല. ഒരു ടോട്ടലി ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ്. അതെ, ഉണ്ണി നിഖില കോമ്പിനേഷൻ എങ്ങനെ? കോമ്പിനേഷൻ കൊള്ളാം, നല്ല അടിപൊളിയായിരുന്നു, നല്ല ഒരു ഫീൽ കിട്ടുന്നുണ്ട്. നല്ല ടോട്ടലി ഫാമിലി മൂവിയാണ്, എല്ലാം കൊണ്ടും നല്ലൊരു. പിന്നെ ഈ ഒരു കുട്ടികൾ ഈ ഒരു IVF സ്റ്റോറികൾ മലയാളത്തിൽ കുറേ ഉണ്ടല്ലോ, അപ്പോൾ എന്താണ് ഇതിലൊരു വ്യത്യസ്തമായിട്ട് തോന്നുന്നത്? ഇതിലുള്ള വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ ഡോക്ടറും പേഷ്യൻ്റുള്ള ഒരു എന്താ പറയുക ആ ഒരു റിലേഷൻ, ആ വല്ലാത്തൊരു റിലേഷനാണ്. അത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എങ്ങനെ ആയിരിക്കണം ഒരു ഡോക്ടർ എന്നുള്ളതാണ് എനിക്ക് പ്രത്യേകിച്ച് കാണിച്ചു കൊടുക്കുന്നത്. എല്ലാം കൊണ്ട് സൂപ്പർ മൂവി, എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് മാർക്കോ കാണാൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ടല്ലോ തിയേറ്ററിൽ, അവർക്കൊക്കെ ഇത് കാണാമല്ലേ? പക്ഷെ വേറെ കാര്യമുണ്ട്, മാർക്കോ പ്രതീക്ഷിച്ചിട്ട് ഈ പടത്തിന് വന്നാൽ ആകെ പ്രാന്ത് പിടിച്ചു. കാരണം അങ്ങനത്തെ അവർക്ക് ഒരു വളരെ ഒരു ഇത് തോന്നിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ പക്ഷേ ഉണ്ണിമുകുന്ദൻ ഈ ലെവലിൽ പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം സെലക്ഷനാണ് പ്രധാനം. കാരണം ഒരേ ലെവലിൽ മസിലും അടിയിടിയൊക്കെ ആയിട്ട് പോയാൽ ഒരു കാര്യം, ഈ ലെവലിൽ പോട്ടെ. നല്ല പോയി, ഒരുപാട് ഇഷ്ടം. ഞങ്ങളും ആദ്യമായിട്ടാണ് കാണുന്നത്. മുമ്പ് പ്രിവ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. സോ കണ്ടിറങ്ങിയിട്ട് വളരെ വളരെ ഹാപ്പി. ഇമോഷനിലേക്ക് ഭയങ്കര കണക്റ്റഡായി. പ്രേക്ഷക എന്ന നിലയിൽ തന്നെ ഞാനിത് കാണണമെന്ന് പറയും. ഞാൻ ചെയ്ത സിനിമ ആയതുകൊണ്ടല്ല, അല്ലാതെ നിങ്ങൾ കണ്ടിട്ട് സിനിമകളാണ്. ഉണ്ണിമുകുന്ദൻ്റെ ഒരു വ്യത്യസ്തത എങ്ങനെയുണ്ടായിരുന്നു? ഇതേ ഷൂട്ടിന്റെ സമയത്ത് തന്നെയാണ് മാർക്കോയും ഉണ്ണി ചെയ്തിരുന്നത് ഇത് കഴിഞ്ഞ, പക്ഷേ ആ ഒരു വ്യത്യസ്തത എങ്ങനെ ഫീൽ ചെയ്യുന്നു? മാർക്കോയുടെ പ്രഭു ഉണ്ണി ഇതിൻ്റെ സമയത്ത് തന്നെ നടത്തുന്നുണ്ടായിരുന്നു. സോ മാർക്കോ കഴിഞ്ഞിട്ട് ഇത് റിലീസാകുമ്പോൾ ആളുകൾക്ക് എൻ്റയർലി ഡിഫറെൻ്റ് ഉണ്ണിമുകുന്ദനെ കാണാൻ പറ്റുമോ എന്നുള്ളത്. ഓക്കെ, താങ്ക് യു.